ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയാണ് കിലോമീറ്റർ 28,491 കിലോമീറ്ററാണ് കേട്ടോ. ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്, സെൽഫ് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മൾ എഞ്ചിൻ ഓയിലിന് ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നമുക്കൊരു 1200 കിലോമീറ്ററും കൂടി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി കേട്ടോ, കിലോമീറ്റർ ആവണുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തേ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ ശരിക്കും നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേബിൾ മാറ്റിയിടേണ്ടതാണ്. സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് ബാറ്ററിയുടെയാണ് കേട്ടോ. ഞാൻ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലൊക്കെ നമ്മൾ നോക്കി നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമേ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം CVT ക്ലച്ചാണ്, നമ്മളത് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പം കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഇതിന് വന്നത് 2 കേബിളാണ് കേട്ടോ. മാറ്റുമ്പോൾ 2 കേബിൾ മാറണം. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ആക്സിലേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, റിട്ടേൺ പോകണില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല കേട്ടോ. അപ്പോൾ കേബിൾ മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി, അപ്പോൾ 12.82 ഉണ്ട്. അത് നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാൻ അത് മതി. പക്ഷേ സെൽഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ, സെൽഫ് മോട്ടർ ശരിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആംബിയർ വേണം. നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് തീരെ താഴേക്ക് പോകാൻ കേട്ടോ. ഇതല്ല 7.32 വരാം. 8.5 വോൾട്ടിൽ താഴെ വന്നു കഴിഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്നാൽ തന്നെ ബാറ്ററി മാറ്റണം. ഓൾറെഡി ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് റെഡി ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കിക്കടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം സെൽഫ് കിട്ടില്ല. ഓടി വരുമ്പോൾ കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എടുക്കില്ല. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മളൊന്ന് അഴിച്ച് കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചിടാനാണ്. അതിനുശേഷം ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഭാഗം കൂടിയും ചെയ്യും. ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല, ആക്ഷനൊക്കെ ഓക്കെയാണ്. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണുണ്ട് കേട്ടോ. പ്ലഗ് കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഓയിലാണ്. 1200 കിലോമീറ്റർ കൂടി ഓടിയതിന് ശേഷം ഓയിൽ മാറ്റിയാൽ മതി. കാരണം കിലോമീറ്റർ ആവണുള്ളൂ കേട്ടോ. 1800 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഓയിൽ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്തേരെ. കാരണം എന്താ വെച്ചാൽ ആക്സിലേറ്റർ കേബിളൊക്കെ മാറി വരുമ്പോൾ കുറച്ച് താമസം വരും നമുക്ക്. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ പരമാവധി നേരത്തെ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.